ഇനി ഈ കുട്ടികൾ തോൽക്കില്ല. ഈ ഒരു തലക്കെട്ട് കാണുന്ന കുറേ കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കും, എന്തായിരിക്കും അത്, ഇതേതായിരിക്കും ഈ കുട്ടികൾ, ഇവരെ പോലെ നല്ല ഉഷാറായിട്ട് പഠിച്ച് ജയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. അവരോടാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മക്കളെ, സംസാരിക്കുന്ന നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ ജിജീഷ് മാഷാണ്. നിങ്ങൾ എന്നെ JK എന്ന് വിളിച്ചാൽ മതി. മക്കളെ, ഈ ഒരു കഴിഞ്ഞ മാസത്തിൽ, അതായത് ഈ ഒരു കഴിഞ്ഞ നമ്മളെ ആനുവൽ എക്സാം മാർച്ച് മാസത്തിൽ നടന്ന ആ ഒരു ആനുവൽ എക്സാമിനകത്ത് നമ്മൾ 8ാം ക്ലാസ്സിനകത്ത് ഒരുപാട് കുട്ടികൾ പരാജയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എക്സാമിനകത്ത് ഒരു 30% മാർക്ക് പോലും നിങ്ങൾക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ, ഒരു വർഷത്തോളം പഠിച്ചിട്ട് ഒരു 30% മാർക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ എത്ര വളരെ മോശമായ ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വീഡിയോ കാണുന്ന ഒരു കുട്ടി പോലും എന്ത് ചെയ്യാൻ പാടില്ല, വരാനിരിക്കുന്ന എക്സാമുകൾ 30%, 100% മാർക്ക് നേടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. അതെങ്ങനെയെന്നുള്ളതല്ലേ, അത് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഇപ്പോൾ ഒരു ഫിസിക്സിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ 8 ചാപ്റ്ററുകളാണ് നമുക്ക് മാക്സിമം വരിക. ആ ഒരു 8 ചാപ്റ്ററിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് ടൈം എക്സാമിന് നമുക്ക് ഒരു 2.5 ചാപ്റ്ററേ വരുള്ളൂ. ആ 2.5 ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത എക്സാം വീണ്ടും ഒരു 2.5 ചാപ്റ്റർ വരും. അങ്ങനെ 5 ചാപ്റ്ററായി. അവസാനത്തെ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് 8 ചാപ്റ്റർ മുഴുവനായിട്ട് വരും. അപ്പോൾ ഇത് ഏത് രീതിയിൽ പഠിക്കണം? ഒരു ബേസിക് അറിയാത്തൊരു കുട്ടിക്ക് ഈ ഫസ്റ്റത്തെ എക്സാമും സെക്കൻഡ് എക്സാമും അവസാനത്തെ ആനുവൽ എക്സാമിനും ഒന്നും എഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 8ാം ക്ലാസ്സിൻ്റെ പരീക്ഷയിൽ ഏകദേശം 2.5 ലക്ഷത്തോളം കുട്ടികൾ പരാജയപ്പെട്ടത്. മക്കളെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പരീക്ഷയ്ക്ക് ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡുകളാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൈലത്തിൻ്റെ ഒരു ബാച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഒപ്പം അതിനകത്ത് ചേർന്ന് ക്ലാസ്സിലൊക്കെ നല്ല ഉഷാറായി പഠിച്ച് അല്ലെങ്കിൽ A+ ഒക്കെ നേടാൻ വേണ്ടി ക്ലാസ്സിൽ നല്ല എനർജി ആയിട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതേപോലത്തെ ഒരു കുട്ടികളായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. നിങ്ങളൊരു ദിവസം കളീൻ്റെ ഇടയിലൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഉഷാറായിട്ട് 30% ഞാൻ നേരത്തെ പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റും. അതിനുവേണ്ടി മക്കളെ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് യോധ ബാച്ചാണ്. ഇനി 9ാം ക്ലാസ്സിലാണെങ്കിൽ അത് നിഞ്ച ബാച്ചായിരിക്കും. 10ാം ക്ലാസ്സിലാകുമ്പോൾ അത് അസ്ത്ര ബാച്ചാണ്. ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെയും കറക്റ്റ് ബേസിക് മുതൽ അതിനകത്ത് വരുന്ന ഏറ്റവും വലിയ കൺസെപ്റ്റ് വരെ നിങ്ങൾ പോലും അറിയാതെ ഉഷാറായിട്ട് പഠിച്ചു പോകും. ഇങ്ങനെ കേട്ട് നിങ്ങൾ ക്ലാസ്സിലെത്തുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കതൊരു റിവിഷനായിട്ട് തോന്നും. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ ട്യൂഷനും പോകുന്നില്ല, നമ്മളെ സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചിൽ ഒരു രീതിയിലും പോകുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷേ സ്കൂളിൽ എത്തുന്ന സമയത്ത് നിങ്ങളൊരു സാധനം കേട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ മനസ്സിനകത്ത് ഓർമ്മയിലുണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ എന്ത് ചെയ്യും, അത് മറന്നു പോകും. പിന്നീട് അതിനായിട്ട് യാതൊരു ടച്ചില്ലാതെ പരീക്ഷൻ്റെ അന്ന് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി മാറും. പക്ഷെ നമ്മളെ സൈലത്തിൻ്റെ 8ാം ക്ലാസ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ യോധ ബാച്ചിനകത്ത് ഓരോ കൺസെപ്റ്റുകൾ ബേസിക് അടക്കം എല്ലാം ക്ലിയറായി പറഞ്ഞു തരും. നിങ്ങളൊരാഴ്ച കഴിഞ്ഞിട്ട് അത് മറന്നു വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ആ ആപ്പിലൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ ചാപ്റ്ററുകൾ ഓരോ പാർട്ടുകളായിട്ട് കാണാൻ പറ്റും. ആ ഓരോ പാർട്ടിനകത്ത് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയൊരു ഗുണം ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്ററുകൾ കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ യൂണിറ്റ് ടെസ്റ്റും, ആ യൂണിറ്റ് ടെസ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മളെ സൈലത്തിൻ്റെ ബാച്ചുകളിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ പോലും അറിയാതെ നല്ല ഉഷാറായിട്ട് മാർക്ക് നേടാൻ കഴിയും. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ താഴെ തന്നെ സാറേ ഞങ്ങൾ യോധ ബാച്ചിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ 9ാം ക്ലാസ്സുകാരാണെങ്കിൽ നിഞ്ച ബാച്ചിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു, ഇനി 10ാം ക്ലാസ്സുകാരാണിത് കേൾക്കുന്നതെങ്കിൽ സാറേ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്നൊരു കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ടൈപ്പ് ചെയ്തിടുക. അതോടൊപ്പം തന്നെ വരുന്ന പരീക്ഷകളൊക്കെ അടിപൊളിയായിട്ട് സൈലത്തിൻ്റെ ഒപ്പം ആ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തോളൂ. നമ്മളെ സൈലം ലേണിംഗ് ആപ്പ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ അടിപൊളിയാക്കാം. ഓക്കേടാ, അപ്പോൾ എന്ത് ചെയ്യുക, ഒത്തൊരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഓക്കെ, ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.